വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനം. പ്രതിജ്ഞ. എത്ര വില കൊടുത്തും എൻ്റെ ഉൾപ്രേരണകളോട് വിശ്വസ്തത പുലർത്തും. കുമ്പസാരക്കാരനോട് ആലോചിക്കാതെ ഞാൻ സ്വന്തമായി ഒന്നും ചെയ്യുകയില്ല. വ്രതനവീകരണം. രാവിലെ ഉണർന്നപ്പോൾ മുതൽ എൻ്റെ ആത്മാവ് ദൈവസ്നേഹക്കടലിൽ പൂർണ്ണമായും ആഴ്ത്തപ്പെട്ട അവസ്ഥയിലായിരുന്നു. ദൈവത്തിൽ ഞാൻ പൂർണ്ണമായും ലയിച്ചുപോയ അനുഭൂതി. വിശുദ്ധ കുർബാനയുടെ സമയത്ത് അവിടത്തോടുള്ള എൻ്റെ സ്നേഹം പരമകാഷ്ഠയിലെത്തി. വ്രതനവീകരണത്തിനും കുർബാന സ്വീകരണത്തിനും ശേഷം പെട്ടെന്ന് ഞാൻ ഈശോനാഥനെ കണ്ടു. അവിടുന്ന് വലിയ അലിവോടെ എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, എൻ്റെ കരുണാർദ്രമായ ഹൃദയം കാണുക. ഞാൻ അവിടുത്തെ തിരുഹൃദയം വീക്ഷിച്ചപ്പോൾ രക്തവും വെള്ളവുമായി ചിത്രത്തിൽ വരച്ചിരിക്കുന്നത് പോലെയുള്ള പ്രകാശരശ്മികൾ അതിൽ നിന്ന് പുറപ്പെട്ടു. കർത്താവിന്റെ കരുണ എത്ര വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരുണ്യത്തോടെ ഈശോ വീണ്ടും എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, എൻ്റെ അഗ്രാഹ്യമായ കരുണയെപ്പറ്റി വൈദികരോട് പറയുക. കരുണയുടെ ജ്വാലകൾ എന്നെ ചുട്ടുപൊള്ളിക്കുന്നു. വ്യയം ചെയ്യാൻ അത് ആർത്തു വിളിക്കുന്നു. ആത്മാക്കളിലേക്ക് അത് ചൊരിയുവാൻ ഞാൻ അഭിലഷിക്കുന്നു. എൻ്റെ നന്മയിൽ വിശ്വസിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പെട്ടെന്ന് ഈശോ അപ്രത്യക്ഷനായി. എന്നാൽ ഒരു ധ്യാനം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബഹളങ്ങൾക്കിടയിലും അന്ന് മുഴുവനും എൻ്റെ ആത്മാവ് യഥാർത്ഥമായ ദൈവസാന്നിധ്യത്തിൽ നിമഗ്നമായിരുന്നു. ഒന്നും എന്നെ അസ്വസ്ഥപ്പെടുത്താൻ പര്യാപ്തമായിരുന്നില്ല. എൻ്റെ ആത്മാവ് ദൈവത്തിലായിരുന്നു. പുറമെ എല്ലാ സംഭാഷണത്തിലും ഞാൻ പങ്കുകൊണ്ടു. ഡേർഡേ സന്ദർശിക്കാൻ പോകുകയും ചെയ്തു. ഇന്ന് 3ാമത്തെ പരിശീലനകാലം ആരംഭിക്കുകയാണ്. നൊവിഷ്യറ്റിൽ മറ്റ് സിസ്റ്റേഴ്സ് അവരുടെ പരിശീലനത്തിലായിരുന്നതിനാൽ ഞങ്ങൾ 3 പേരും മദർ മാർഗ്രറ്റിന്റെ അടുത്തെത്തി. മദർ മാർഗ്രറ്റ് ഒരു പ്രാർത്ഥനയോടെ ആരംഭിച്ചു. 3ാമത്തെ പരിശീലനം എങ്ങനെയായിരിക്കുമെന്ന് വിവരിച്ചു തന്നു. നിത്യവ്രത വാഗ്ദാനം എന്ന കൃപയുടെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കി തന്നു. പെട്ടെന്ന് കർത്താവിന്റെ എല്ലാ കൃപകളും കൺമുന്നിൽ ഞാൻ കണ്ടു. ദൈവസന്നിധിയിൽ ഞാൻ എത്രമാത്രം നികൃഷ്ടയും നന്ദിഹീനയുമാണെന്ന് മനസ്സിലാക്കി. ഉടൻ ഞാൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. മറ്റു സിസ്റ്റേഴ്സ് എന്നെ ഇങ്ങനെ ആക്ഷേപിച്ചു, എന്തിനാണ് അവൾ പൊട്ടിക്കരഞ്ഞത്? എന്നാൽ ഇതത്ര കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മദർ മാർഗ്രറ്റ് എന്റെ സഹായത്തിനെത്തി. ആ മണിക്കൂറിന്റെ അവസാനം ഞാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ അടഞ്ഞ് ഏറ്റവും വലിയ നികൃഷ്ടയും ദുരിതപ്പെട്ടവളുമായ എൻ്റെ ആത്മാവിനെ അവിടുത്തെ കരുണയാൽ സൗഖ്യപ്പെടുത്തി വിശദീകരിക്കണമേ എന്ന് യാചിച്ചു. അപ്പോൾ ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു: എൻ്റെ മകളെ, അലറി വിഴുങ്ങുന്ന അഗ്നിയിലേക്ക് എറിയപ്പെടുന്ന ചുള്ളിക്കമ്പുകൾ പോലെ എൻ്റെ സ്നേഹാഗ്നിയിൽ നിന്റെ ദുരിതങ്ങൾ എരിഞ്ഞുപോകും. ഇപ്രകാരം എളിമപ്പെടുന്നത് വഴി നീ നിനക്കും മറ്റ് ആത്മാക്കൾക്കും എൻ്റെ കരുണയുടെ ഒരു കടൽ തന്നെ ഒഴുക്കുന്നു. ഞാൻ പറഞ്ഞു, ഈശോയെ, എൻ്റെ എളിയ ഹൃദയത്തെ അവിടുത്തെ ദൈവിക ഇഷ്ടപ്രകാരം രൂപപ്പെടുത്തണമേ.